ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് കുട്ടിക്കാനത്തേക്കാണ്, വാഗമൺ വഴി. അപ്പോൾ പോയാലോ? നമ്മളപ്പോൾ തൃശ്ശൂരിൽ നിന്ന് രാവിലെ ഒരു 6 മണി ഒക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂവാറ്റുപുഴ MC റോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ആ ഹൈവേസ് പിന്നെ നമ്മൾ വെറുതെ ക്രോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തേക്കാം. കുറച്ച് കേവി റോഡ്സ് മാത്രം ആഡ് ചെയ്ത് അങ്ങനെ വെച്ചേക്കാം. ഈ നമ്മുടെ റോട്ടിൽ കയറി കഴിഞ്ഞാൽ 2 സൈഡും നല്ല ബ്യൂട്ടിഫുൾ പൊളി വീടുകളാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി എൻജോയ് ചെയ്ത് കുറച്ച് നേരം. നമ്മളൊരു കുത്തനെയുള്ളൊരു കയറ്റുള്ള വഴി എനിക്കറിയാം. ആ വഴി പോയാൽ മൂഞ്ചലാവെന്ന് വിചാരിച്ച് നമ്മൾ വേറൊരു വഴി എടുത്തത്. ഇതാണെങ്കിൽ ബസ് റൂട്ടും. വേറെ ഞാൻ മറ്റേ യാസിൻ മുഹമ്മദിൻ്റെ വീഡിയോസ് കണ്ടിട്ട് നല്ല വേറൊരു വഴി ഉണ്ടെന്ന്. അത് ഏതാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ ഇവരുടെ റെക്കോർഡ് ഇങ്ങനെ പതുക്കെ കയറ്റി പോവുകയാണ്. KSRTC മുമ്പിൽ വന്ന് നമ്മൾ മാക്സിമം ഒരു സേഫായിട്ടേ എന്തോ ഒരു വെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. എന്താണാവോ ഒരു ഉൾഭയ KSRTC കണ്ട നമ്മളെ പഠിച്ചു വേഗം. നമ്മൾ ഈ വാഗമണിക്കുള്ള റൂട്ടിലേക്ക് കയറിയതിന് ശേഷം ബ്രേക്ക് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയി ആ ബസ്സിനൊക്കെ വെട്ടിച്ച് കുറച്ചങ്ങോട്ട് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് നിർത്തി ഒരു വാട്ടർ ബ്രേക്ക്. അപ്പോൾ കുറച്ച് ബൈക്കിൻ്റെ ഷോട്ട്സൊക്കെ എടുത്ത് വലിയ കഥയൊന്നുമില്ല, എന്നാലും ഓക്കെ. പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വാഗമണിൽ പോവാം, വാഗമൺ ജസ്റ്റ് ഒന്ന് കാണാം. അത് കഴിഞ്ഞ് പതുക്കെ കുട്ടിക്കാനത്താണ് സ്റ്റേ എടുത്തേക്കണേ. എന്നിട്ട് ഈവനിങ്ങോടെ കുട്ടിക്കാനെത്തി ആ ഒരു വൈബാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണേ. അറിയില്ല എന്താ സംഭവിക്കാന്ന്. നമ്മളിപ്പോൾ വാഗമണിൽ ഫസ്റ്റ് ഒരു കോളേജില്ലേ, റോഡ് നല്ലൊരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ വാഗമൺ എത്തിയിരിക്കുന്നു. ഉച്ചയായി, അതിൻ്റേതായ ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോന്നപ്പോൾ ഒരു ട്രാക്ക് കണ്ടു. ട്രാക്ക് കണ്ടാൽ പിന്നെ അറിയാലോ,
കിഴപ്പങ്ങ് മൂത്തു. നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാനൊക്കെ ആയിട്ട് ആ ട്രാക്കിൽ കൂടെ പതുക്കെ അങ്ങോട്ട് കയറി. വാഗമണ്ണൊരു ഗുണമുള്ളത് ഇതാണ്, നമുക്കിഷ്ടമുള്ള വഴി കൂടെ ഒക്കെ പോകാമെന്ന് തോന്നുന്നു. റെസ്ട്രിക്ഷൻ എവിടെയും കണ്ടില്ല. മൂന്നാർ നേരെ തിരിച്ച അവിടെ മിക്കതും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ആ പ്രശ്നമില്ലാന്ന് തോന്നണു. ഞാൻ എന്തായാലും ഒന്നും കാണാത്തപ്പോൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തു. പില്ലിനും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചൊരു ടഫാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ വ്യൂ ഒക്കെ കണ്ട് അങ്ങോട്ട് ഓടിക്കുക. കുറച്ചും കൂടി അങ്ങോട്ട് മുമ്പിൽ പോയിട്ട് ഞാനൊന്ന് നിർത്തി കുറച്ച് ബൈക്ക് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻജോയ് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സൂപ്പർ ചൂടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലാനിലൊരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ വാഗമൺ അധികം നേരം കറങ്ങുന്നില്ല ഗൈസ്, ആകെ ഡീഹൈഡ്രേറ്റഡ് ആവുന്നു ഇവിടെ നിൽക്കുമ്പോൾ. അപ്പം ഞങ്ങൾ നേരെ കുട്ടിക്കാനത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. വാഗമൺ ടൗണിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് അടിച്ച് നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് നേരെ കുട്ടിക്കാന റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെക്കിൻ 2 മണിയാണ്. അപ്പോൾ നമ്മളൊരു കറക്റ്റ് 2 മണിക്ക് ഇപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ കറക്റ്റ് 2 മണിക്ക് റൂം എത്തുന്ന. അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങോട്ട് തെറിച്ചു. റോഡ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. ഇങ്ങനെയാണ് കോർണേഴ്സിൽ കുറച്ച് റോഡൊന്ന് മോശമായിട്ടുണ്ട്. അതൊരു പ്രശ്നമുണ്ട് വാഗമണിക്ക് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ട്സ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന്, ഇതിവിടെ നമ്മുടെ വാഗമൺ ടൗണിൽ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ബിരിയാണിയും ഒരു ഫിഷ് കറി മീൽസും കഴിച്ച് കുട്ടിക്കാനം ടാർഗറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ റോഡ്സ് സൂപ്പറായിട്ടാണ്. വാഗമൺ ആകെ മൂഞ്ചി കിടക്കാണ്, റോഡ് മൊത്തം കുഴിയും ഗട്ടറൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സൂപ്പർ കോർണേഴ്സും നല്ല വ്യൂവും നല്ല റോഡും. പിന്നെ അവിടെ നിന്ന് നല്ല വ്യൂവും നല്ല റോഡും ആയിരുന്നു കേട്ടോ. നല്ല ഫണ്ണായിട്ട്
in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines. പിന്നെ വ്യൂ അങ്ങോട്ട് ആകെ മാറി. എന്താ ഭംഗി. ഞാനത് അങ്ങോട്ട് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യായിരുന്നു. ബ്യൂട്ടിഫുൾ. ഞാൻ നാട്ടിൽ വരുമ്പോൾ പിന്നെയും ഈ വഴിയൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം വരിക. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പിന്നെയും കാണുമ്പോൾ വീണ്ടും വരാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണേ. അതിൻ്റെ എവിടെ നോക്കിയാലും വ്യൂ. അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. ബ്യൂട്ടിഫുൾ. Under the boughs where the shadows play. കറക്റ്റ് 2 മണിയായപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഈ കോട്ടേജാണ് നമ്മൾ എടുത്തേക്കണേ. നല്ല രസമുള്ള സ്ഥലമാട്ടാ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് അവിടെ എത്തി. ആകെ ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി 1 മണിക്കൂറൊന്ന് നാപ്പ് എടുത്തു. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ അടുത്ത് 8 കിലോമീറ്ററിൽ പരുന്തുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നല്ലൊരു സൺസെറ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, ഈ വളവിൽ ഒരു KSRTC ഈ ബസ്സും ആ ഒരു ഫോഴ്സിൻ്റെ അർബാനിക്കില്ലേ, ഓ അതൊരു ജസ്റ്റ് മിസ് റൈഡായിരുന്നത്. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതുണ്ടായേനെ. KSRTCക്കാരനെ ഒന്ന് പേടിച്ചു. കറക്റ്റ് വളവിൽ ഈ വണ്ടിയാണെങ്കിൽ മൊത്തം ചില്ലും, മൊത്തം പൊട്ടി ആകിയതായേനെ. ജസ്റ്റ് മിസ്. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടിക്കാനം സൈഡിന് ഭംഗിയൊക്കെ ആസ്വദിച്ച് പരുന്തുംപാറ ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echo അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പരുന്തുംപാറ എത്തിയിരിക്കുന്നു. ഇതാണ് പരുന്തുംപാറ. അവിടെ വ്യൂ പോയിന്റിനോടൊക്കെ ചെന്നപ്പോൾ നിറച്ച് ടൂറിസ്റ്റ് ബസ്സും പിള്ളേരും ഒക്കെ. അപ്പോൾ നമുക്ക് ക്രൗഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്ന് വേറൊരു അധികാരമില്ലാത്ത സ്പോട്ട് കണ്ടപ്പോൾ പിന്നെയും ഞാൻ വണ്ടി ഇറക്കി. കുറച്ചങ്ങോട്ട് ചെന്ന് പേട്ട ഒരു വ്യൂ പോയിന്റ്, ഞങ്ങളുടേതായൊരു ടൈമും കിട്ടി, നല്ല കുറച്ച് വീഡിയോസും ബൈക്കിൻ്റെ എടുക്കാൻ പറ്റി. അപ്പം എൻജോയ് ഗൈസ്. അപ്പോൾ നമ്മൾ
അന്ന് ഇവിടെ ഒരു 7:30-8 മണിയോളം ഇരുന്നു. ഞങ്ങളപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഡേ 1 അങ്ങനെ തീർന്നു. ഡേ 2 കുട്ടിക്കാനം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തൃശ്ശൂർക്ക് റൈഡിങ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പാർട്ട് 2 ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.